അനുദിന വിശുദ്ധർ ജൂലൈ 3 വിശുദ്ധ തോമസ് ശ്ലീഹ. ഗലീലയിലെ മീൻപിടുത്തക്കാരിൽ നിന്ന് അപ്പോസ്തല സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ട ഒരു ധീരപുരുഷനാണ് തോമസ് അഥവാ ദിദിമോസ്. സമാന്തര സുവിശേഷങ്ങളിൽ അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ 7-ാം സ്ഥാനത്ത് ശ്ലീഹായുടെ പേരുണ്ട്. ഈശോയുടെ പുനരുത്ഥാനത്തിൽ സംശയിച്ച ശ്ലീഹ അവിടുത്തെ കണ്ടതിനു ശേഷം എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞ് തൻ്റെ വിശ്വാസം പ്രഘോഷിച്ചു. പെന്തക്കോസ്തയ്ക്ക് ശേഷം പാർത്തിയ, മേദിയ, പേർഷ്യ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചതിനു ശേഷം 52 നവംബർ 21-ാം തീയതി മുസിരിസ് എന്ന പേരിൽ പ്രസിദ്ധമായിരുന്ന കൊടുങ്ങല്ലൂരിൽ വന്നു ചേർന്നു. പാലിയൂർ, കൊടുങ്ങല്ലൂർ, പറവൂർ, കൊക്കമംഗലം, കൊല്ലം, നിരണം, നിലയ്ക്കൽ എന്നീ 7 സ്ഥലങ്ങളിൽ കുരിശുകൾ സ്ഥാപിച്ചു. യഹൂദർ കുടിയേറി പാർത്തിരുന്ന സ്ഥലങ്ങളിലാണ് ഈ പള്ളികൾ സ്ഥാപിതമായത്. കിഴക്കേ സമുദ്രതീരത്തെത്തിയ ശ്ലീഹ അവിടെ നടത്തിയ സുവിശേഷ പ്രവർത്തനങ്ങൾ മഹാദേവ രാജാവിനും ഭൃത്യന്മാരിലും ശത്രുത ഉളവാക്കി. AD 72 ഇന്നത്തെ ചെന്നൈയിലുള്ള മൈലാപൂരിൽ ശ്ലീഹ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മതഭ്രാന്തൻ പുറകിലൂടെ ചെന്ന് അദ്ദേഹത്തെ കുന്തത്താൽ കുത്തിക്കൊന്നു. അപ്പോസ്തലന്റെ ആഗമനത്തിന്റെ 19-ാം ശതാബ്ദി പ്രമാണിച്ച് പോൾ 6-ാമൻ മാർപ്പാപ്പ വിശുദ്ധ തോമസിനെ ഭാരതത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിച്ചു.